നമസ്കാരം. ഞാനിന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ 24 ന്യൂസിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് കണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാന പൗരൻ, ഇതുവരെ ഒരു പ്രധാനമന്ത്രിമാരും ചെയ്യാത്ത വിധത്തിലുള്ള നികൃഷ്ടമായ ഒരു സംസാരം രാജസ്ഥാനിൽ പോയി സംസാരിച്ച ഒരു സംസാരം, ഒരു വിദ്വേഷ പ്രസംഗം. സത്യത്തിൽ ലജ്ജ തോന്നിയാണ് ഇദ്ദേഹത്തോട്. ഇദ്ദേഹത്തിന് നാണം. ഒരു മതനിരപേക്ഷ രാജ്യത്തിന്റെ പ്രധാന പൗരനായിരുന്നുകൊണ്ട് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സ്നേഹിക്കാനും ഭരിക്കാനും ഇദ്ദേഹത്തിന് നാണമില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടേച്ചു. गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है? ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। भाइयों बहनों, ये अर्बन नक्सल की सोच, मेरी माताओं बहनों, ये आपका मंगलसूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया। ഇതാണ് ഇദ്ദേഹം സംസാരിച്ച വിഷയം. ഇദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നികൃഷ്ടമായ രീതിയിലും സംസാരിക്കാൻ, എന്ത് നികൃഷ്ടമായ രീതിയിലും ഇവർ ഈ നാടിനെ കൊണ്ടുപോകുമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഇതൊക്കെ. ഈ നരഭോജികളിൽ ഈ രാജ്യം ഇനി കൊടുത്തുകൂടാ. ഇവരെ ഇനി അധികാരത്തിൽ കൊണ്ടുവന്നുകൂടാ. ഇതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നേ പറ്റും. അതിന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ നോക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നേ. ഇനിയെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുപോലെ ഇവർക്ക് ഒരു സീറ്റ് പോലും കൊടുക്കലായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. ഒരു വോട്ട് പോലും കൊടുക്കരുത്. ഇതൊരു അപേക്ഷയാണ്. എനിക്ക് വീഡിയോ എടുത്തു വാദോരാതെ വന്ന് സംസാരിച്ചു പ്രസംഗിച്ചു ഒന്നും ശീലമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ഇനിയും വായടച്ച് മിണ്ടാതിരിക്കാനുള്ള സാഹചര്യമല്ല നമ്മുടെ നാട്ടിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ള തോന്നലാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇത് എത്ര പേരിൽ എത്തും, എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ കാണുന്നവരെങ്കിലും ചിന്തിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം ചിന്തിച്ച് ബുദ്ധിപരമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്ന് മാത്രം അപേക്ഷിക്കുക. ഇതൊരു യാചനയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം.